എനിക്ക് ഫീൽ ചെയ്തത് an artist portraying another artist on screen എന്ന് തോന്നി. അനീസ് നാടോടിയെ ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലൂക്കനെ കുറിച്ച് സംസാരിക്കുമ്പം എനിക്കെപ്പോഴും ഇപ്പം ഞാൻ ഓർക്കുമ്പം തോന്നിയൊരു കാര്യമാണ്, നേരെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അതായത് എനിക്ക് സിനിമകൾ വന്നത് ഓൾമോസ്റ്റ് 90% സൗഹൃദങ്ങൾ വഴിയാണ്. സിനിമൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന സൗഹൃദങ്ങൾ വഴിയാണ്. അങ്ങനെ വന്ന സിനിമയാണ് ലൂക്ക. അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട് രമ്യയാണ് എൻ്റെ അകത്തോട്ട് ഇന്നാക്കുന്നത്, എന്നെ അവിടെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളൊരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ സമയത്തുള്ള നമ്മളൊരു ഫിലോസഫിയൊക്കെ ഷെയർ ചെയ്യുന്നു. വർക്ക് സ്പേസിലിരിക്കുമ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടുമല്ലോ. ഈ അപ്പ് സൈക്കിളിനെ കുറിച്ചും ഇതിൻ്റെ ഒരു ആർട്ടിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് എക്സ്പ്ലോറേഷൻ, കുറേ കൂടെ ഒരു യൂട്ടിലിറ്റി ബേസ്ഡ് ആർട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെയാണ് പുള്ളിക്കാരി എന്നെ വിളിക്കുന്നത്. തനിക്ക് പറ്റിയ പ്രൊജക്റ്റാണെന്ന് തോന്നുന്നു, തൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താനൊന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അത് ഞാൻ തമാശ ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേ വിനയ് ഫോർട്ടിൻ്റെ തമാശ. അപ്പോൾ ഞാൻ പോയി കൊച്ചിയിൽ പോയി മീറ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് വായിക്കുമ്പം നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സ്ക്രിപ്റ്റിലാണോ ഇന്നാവുന്നത്, അതോ സ്റ്റോറി ബോർഡ് തൊട്ടാണോ സ്ക്രിപ്റ്റ് വൈസ്? നോ, സ്റ്റോറി ബോർഡല്ല. ആക്ച്വലി അത് നമ്മളുടെ ഒരു ചോയ്സാണ്. ഇപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ചിരിക്കും. നമ്മുടെ ഇപ്പം അന്ന് തന്നെ കൊച്ചിന് തിരിച്ചു പോരാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ നോ ഐ വിൽ റീഡ് ദി സ്ക്രിപ്റ്റ്. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നു. പുള്ളിക്ക് ആദ്യം 1 ലൈൻ പറയുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു. സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം എൻ്റെ ചെറിയൊരു മൂഡ് ബോർഡ് കാണിച്ചിരുന്നു. പല രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ സ്ക്രിപ്റ്റ് സെൻഡ് ചെയ്യിപ്പിക്കും, അത് വായിച്ചിട്ട് പോകും. അത് ഏറെക്കുറെ നമ്മൾ ഇന്നായി എന്ന് നമുക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന, അതെല്ലാം ഡിഫറെൻറ്റാണ്, എല്ലാത്തിലും ഡിഫറെൻറ്റാണ്. അപ്പോൾ അന്ന് അരുൺ ബോസ് പറഞ്ഞു, ഒരു ടിപ്പിക്കൽ ആർട്ടിസ്റ്റ്, ഒരു ഈസലും വെച്ച് താടിയും പഠിച്ച് ചിത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ആർട്ടിനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ പടത്തിൻ്റെ ഏറ്റവും ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ ആ സിനിമയിൽ ജോയിൻ ചെയ്യുന്നത് പടം തുടങ്ങുന്നതിന് 30 ദിവസം മുന്നേ. ഓക്കെ, അതിന് വേറെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു, പുള്ളി പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റർ ആവുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ആ സമയത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയും, ഈ അപ്സൈക്കിൾ ആർട്ടിനെ കുറിച്ചും ജങ്ക് ആർട്ടിനെ കുറിച്ചും ഈ അപ്സൈക്കിൾ ഫിലോസഫിനെ കുറിച്ചും ഈ ഗ്രീനർ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊക്കെ വെറുതെ, ഇതൊന്നും വലിയ ആളിൽ പോസിബിൾ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളൊരു പ്രവൃത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്, ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് നന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്തേക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ബോസിനോട് പറഞ്ഞു നമുക്കിങ്ങനെ പിടിക്കാം. അപ്പോൾ ചാർലി ഇല്ലെന്ന് വെച്ചു. അപ്പോൾ ചാർലിയിൽ ആർട്ട് പ്രൊഡക്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. ഐ മീൻ ആ ഒരു ജങ്ക് മെറ്റീരിയലിനെ എക്സ്പ്ലോർ ചെയ്യണ കാണിച്ചില്ല. സോ കുറെ ആർട്ട് പ്രോപ്പ് ഉണ്ട്, പാലറ്റ് ഉണ്ട്. പാലറ്റൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടർക്കോയിസ് ഫാമിലിയിൽ വരുന്ന കുറച്ചധികം കളേഴ്സൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ പോലും കൂടുതൽ ഏരിയ നമ്മൾ ലൂക്കയുടെ ഒക്കെ പാലറ്റ് പിടിച്ചിരിക്കുന്നത് വാൻഗോഗിൻ്റെ ഒക്കെ പെയിൻറ്റിങ്, വെർമീറിൻ്റെ പെയിൻറ്റിങ് എന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ചിലപ്പം ആദ്യമായിട്ട് ഇന്റേൺഷിപ്പ് വെച്ചിട്ട് ആർട്ട് ചെയ്ത ആൾ. ലൂക്കയിൽ ഞാൻ 10-26 പേര് ഇന്റേൺഷിപ്പിന് വിളിച്ചിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട് അക്രോസ് കേരള. കുറേ ആർട്ടിസ്റ്റുകൾ വന്നു, ആർക്കിടെക്ട്സ് വന്നു. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ കൊച്ചിയിലും എറണാകുളത്തുമുള്ള ഈ സ്ക്രാപ്പ് യാർഡുകളിൽ പോകുന്നു. സ്ക്രാപ്പ് യാർഡുകളിൽ പോയിട്ട് വൻ തോതിൽ സ്ക്രാപ്പ് എടുത്ത് വരുന്നു. നമുക്ക് തോന്നുന്ന ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് തോന്നുന്ന ഐറ്റംസൊക്കെ എടുത്ത് വരുന്നു. അതിനകത്ത് പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നു. പിള്ളേർ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. ലൂക്കയിലെ ആർട്ട് എന്ന് പറയുമ്പം ഐഡിയ വാസ് മൈൻ. അങ്ങനെ അത് എനിക്ക് അവകാശപ്പെടാനുള്ളൂ. ലൂക്കയിലെ പ്രോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നവരും പോയവരും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സ്ക്രാപ്പ് സെറ്റ് കാണാൻ വന്നവർ ഈ സ്ക്രാപ്പ് കൊണ്ട് ഇങ്ങനെ പണിയാൻ പറ്റുമെന്ന് കരുതി അവിടെ ഇരുന്ന് അവർ അവരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന് വന്ന കുറച്ച് പിള്ളേരുടെ പാരൻസ് ഒക്കെ വന്നിട്ട് ഇതിൽ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് അവസാനം പാരൻസും ഇവരുടെ കൂടെ വർക്കിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു മാജിക്കാണ് ആൾക്കാർക്ക്. ഈ ഔട്ട് ഓഫ് ദ വേസ്റ്റ്, നമ്മൾ ഒരിക്കൽ വേസ്റ്റ് എന്നും പറഞ്ഞ് തട്ടി സാധനത്തിൻ്റെ അകത്തുനിന്ന് യൂട്ടിലിറ്റി ഉള്ള, കാണാൻ രസമുള്ള ആ ഒരു പ്രൊഡക്റ്റിനെ, ആ മെറ്റീരിയലിനെ ഡെഡ് ആക്കാതെ വീണ്ടും അതിനൊരു റിസറക്ഷൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കുക.
ഇതൊക്കെയാണ് അതിൻ്റെ. അപ്പം അങ്ങനെ തന്നെ ഒരു ഇൻസ്റ്റലേഷൻ പോലെ നമ്മൾ അതിൻ്റെ അത് പണിതിട്ടുണ്ട്. ഈ ഫീനിക്സ് ബേർഡിന്റെ ഈ എക്സിബിഷൻ സ്പേസിൽ ആഹാനെ കാണുന്ന ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ട്. അത് നമ്മളെ ഭാഗത്തുനിന്നുള്ള ഐഡിയ വാസ് അത് അതിൻ്റെ ഒരു ഫീനിക്സിന് കൊടുക്കാൻ തന്നെ കാരണം ഒരു റിസറക്ഷൻ ഉണ്ടല്ലോ. നമ്മളൊരു കൺസ്യൂമറിസം, നമ്മളുടെ വല്ലാത്ത ഒരു കൺസ്യൂമറിസം അതുണ്ടാക്കുന്ന ഈ ലാൻഡ് ഫില്ലിങ്സ്. അപ്പോൾ അതിലൊരു മാറ്റം വരേണ്ടതുണ്ടല്ലോ. അത് അറ്റ്ലീസ്റ്റ് മിനിമലൈസ് ചെയ്യേണ്ടതെങ്കിലും ഉണ്ടല്ലോ. ഇത് നിർത്താനൊന്നും കഴിയില്ല നമ്മൾ, ബിക്കോസ് വി ഓൾ ആർ ലിവിങ് ഹിയർ. എല്ലാം മനുഷ്യ കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ അങ്ങോട്ട് മാറ്റിക്കളയാനൊന്നും പറ്റില്ല. പക്ഷെ മിനിമലൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അത്ര ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഫീനിക്സ് ബേർഡിനെ ഉണ്ടാക്കിയത്. ഫെജിൻ ആയിരുന്നു എന്നെ ബേസിക്കലി, എൻ്റെ കോളേജ് മേറ്റ് ആണ് ഫെജിൻ. ഫെജിൻ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ 2-3 മ്യൂസിയം ഒക്കെ അവൻ ക്യൂറേറ്റ് ചെയ്തു. ഫെജിൻ്റെ നിന്നാണ് ഈ ട്രാഷ് ടു ട്രഷർ എനിക്ക് ഐഡിയ ആദ്യമായിട്ട് കിട്ടുന്നത്. അവനാണ് എന്നെ ആ വിഷയത്തിൽ അത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. കാരണം അവൻ്റെ വീട്ടിൽ പഴയൊരു ഫ്രിഡ്ജ് അവൻ്റെ ഉമ്മ സ്ക്രാപ്പുകാരന് കൊടുക്കാൻ വേണ്ടി താഴത്ത് കൊണ്ടിട്ടു. ഇവൻ ആ ഫ്രിഡ്ജ് എടുത്തു കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തു. മൊത്തം ആവശ്യമില്ലാത്ത ഷെൽഫൊക്കെ അഴിച്ച് മാറ്റിയിട്ട് 4 പ്ലൈവുഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചു. അപ്പോൾ അത് നല്ല ഷെൽഫായി. നോക്ക്, അവൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഷെൽഫായിട്ട് മാറി അത്. അപ്പോൾ ഈ ട്രാഷ് ടു ട്രഷർ എന്ന് പറഞ്ഞ ആ ഒരു ഹൈയിൻ്റെ പുറത്താണ് ലൂക്ക എക്സിക്യൂട്ട് ചെയ്തത്. അതിന് ഭയങ്കര ഇമോഷണൽ വാല്യൂയും കൂടെ ഉണ്ട് നമുക്ക്. 2018 ഫ്ലഡ് കഴിഞ്ഞിട്ടുള്ള അവിടെ നടന്ന ഈ വേലിയേറ്റത്തിൻ്റെ ഭാഗമായി പല വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങനത്തെ കുറേ വേസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഒരു ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ കുറേ കൂടെ ഒരു സോഷ്യൽ റിയാലിറ്റിയിലൊക്കെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പം കുറേ കൂടെ ഒരു പല തിരിച്ചറിവുകൾ ഉണ്ടാക്കിയ പടമാണ് ലൂക്ക. പല രീതിയിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാക്കിയ പടമാണ് ലൂക്ക. ആൻഡ് ലൈക്ക് ഐ സെഡ്, അതും നല്ല ടീം വർക്ക് ആയിരുന്നു എല്ലാവരുടെയും. നിമീഷിനോടേക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിമീഷിനോട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ക്വാളിറ്റി കൂടുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അങ്ങനത്തെ ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു നോൺ നെഗോഷ്യബിൾ മനുഷ്യന്മാരുണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ. അഖില്, ഓക്കെ, അങ്ങനത്തെ മനുഷ്യന്മാർ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് നമുക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം ഒരു സ്ക്വീസ് ചെയ്യും, പിഴിഞ്ഞെടുക്കും. അപ്പോൾ അത് ഐ ലൈക്ക് ടു ഡു. ഇവരെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു ഗുണം ലൂക്കയിലേക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്, വർക്കിനുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് മറ്റേ കൊണ്ടോട്ടി എയർ ക്രാഷിൻ്റെ സമയത്ത് മറ്റേ രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ കൈ ഇങ്ങനെ കോർത്തിരിക്കുന്ന ഒരു ആർട്ട് വർക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസാൻ ആർട്ടിസ്റ്റ് ശരിക്കും സമൂഹത്തോടൊരു കാര്യം സംസാരിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന് കുറച്ച് ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കാനാണ് തൻ്റെ ആർട്ട് ഉപയോഗിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണോ? ആർട്ട്, പേഴ്സണലി ആർട്ടിന് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് അതിൻ്റെ അകത്ത് നോക്കി നിൽക്കാൻ പറ്റണം, അകത്ത് ആസ്വദിക്കാൻ പറ്റണം എന്നാൽ ഞാൻ മനസ്സിലാക്കണം. എൻ്റെ വേ ഓഫ് ആസ്വാദനം ഉണ്ട് ആർട്ടിന്. എനിക്കത് ഒരു 2 മിനിറ്റെങ്കിലും എന്നെ ലോസ്റ്റ് ആക്കാൻ പറ്റുക, ഐ മീൻ ഭ്രമിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല, വിഷയസംബന്ധിയായ സാധനമായിരിക്കാം ചിലപ്പോൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കതിന് ജസ്റ്റ് റീല് സ്കിപ്പ് ചെയ്ത് പോകുന്ന പോലെ സ്കിപ്പ് ചെയ്യാതെ എനിക്ക് കുറച്ച് സമയം അവിടെ ഹോൾഡ് ആകാനും സ്റ്റക്ക് ആവാനും നിൽക്കാനും അതിലേക്ക് നോക്കാനും പറ്റണം. അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. വളരെ മിനിമലാണ് എൻ്റെ ആവശ്യം. എനിക്ക് അതിൽ ലയിക്കാൻ പറ്റുക എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. ചിലപ്പോൾ അതൊരു ഭയങ്കര സൗന്ദര്യമുള്ളൊരു ശില്പമായേക്കാം, ചിലപ്പോൾ അത് ഐലൻ കുറുതിയുടെ ഫോട്ടോ ആയേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിനെല്ലാം ആർട്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഇതിൻ്റെയൊക്കെ ഒരു ആർട്ടിസ്റ്റിക് വേർഷൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് കാണുന്നതെല്ലാം കണ്ടന്റ് എന്നുള്ളൊരു ക്യാപ്ഷൻ കണ്ടതല്ല എനിക്ക് ചുമ്മാ എഴുതുന്ന ശീലമുണ്ട്. അങ്ങനെയല്ല, ചുമ്മാ 2 വരിയൊക്കെ കാണും. ഈ പ്രാസം ഒപ്പിച്ച് എഴുതുന്ന പരിപാടികളുണ്ട്. അങ്ങനെ വേറെ എവിടെയും പ്ലാറ്റ്ഫോം ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ബയോയിൽ എഴുതി വെച്ചു. ഓരോ ഇൻസ്റ്റാഗ്രാമിലെ ക്യാപ്ഷൻസ് എടുത്ത് നോക്കിയതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ രസമായിട്ടുണ്ട്. അത് വായിച്ചു പോകാനായിട്ട് വളരെ രസമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അപ്പം അത് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ദിസ് വൺ, ഓ മൈ ഗോഡ്, Arun Bose is such a beautiful soul. ഒരു പാർട്ടർ ഇൻ ക്രിയേഷൻ.
സ്വന്തം സിനിമനെയും ബാക്കിയുള്ള സിനിമനെയൊക്കെ വളരെ ക്രിറ്റിക്കലി കാണുന്ന ഒരു ജനാധിപത്യവാദിയാണ് പുള്ളി. അങ്ങനെ പറയേണ്ടി വരും. മനുഷ്യന്മാർ ഡെമോക്രാറ്റിക് ആവുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ നോക്കുമ്പം പുള്ളി ഒരു നല്ല ജനാധിപത്യ മനുഷ്യനാണ്. ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സിനിമകൾ സജസ്റ്റ് ചെയ്യും. സിനിമ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വിളിച്ചിട്ട് സിനിമകൾ സജസ്റ്റ് ചെയ്യും, പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യും. ആൻഡ് ഇപ്പോഴും നമ്മളുടെയൊക്കെ ഒരു നിലനിൽപ്പും എല്ലാം തന്നെ ഇവൻ നമ്മുടെ വർക്ക് അതിന് സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ മെൻറ്റർ ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആൻഡ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പുള്ളി ഒരു ടെക്നീഷ്യനായി തുടങ്ങി ഒരു ഫാമിലി ഫ്രണ്ടായി തുടരുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. ഞങ്ങൾ കോൺവെർസേഷൻ നടത്തിയ സമയത്താണല്ലോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഭയങ്കര ഒരു വിഷൻ ഉള്ളൊരു ഓഫ് കോഴ്സ് he like to do documentaries basically. You want to wander with the camera. Basically ഞാൻ മനസ്സിലാക്കുന്ന ബോസ് നിറയെ ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, പച്ചയായ ജീവിതത്തിന് നേരെ ക്യാമറ വെച്ചിട്ട് ഗറില്ല ഫിലിം മേക്കിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, സീറോ ബഡ്ജറ്റിങ്ങിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കഥകൾ പറയാൻ മെയിൻ സ്ട്രീമിൻ്റെ അകത്ത് പറയണമെങ്കിൽ ഇത് വേറൊരു ടെംപ്ലേറ്റിലും വേറൊരു സ്ലോട്ടിലൊക്കെയാണല്ലോ അത് പണിയുന്നത്, സോവിയൻ മണി. പക്ഷേ ഐ നോ ഹിം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യു വാണ്ട് ടു എക്സ്പ്ലോർ വിത്ത് ക്യാമറ. മമ്മൂക്ക ബിഗ് ഗംസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്തുള്ളൂ. പക്ഷെ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഇറ്റ്സ് നോട്ട് എ യൂഷ്വൽ സെറ്റ്. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു 10-24 എങ്ങനെ സിനിമയായിരുന്നു ആ സമയത്ത്. അപ്പം 10-20ഓളം സിനിമകൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. ഒരു സെറ്റിലും ഇല്ലാത്ത അച്ചടക്കവും ഒരു സെറ്റിലും ഇല്ലാത്ത ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു ബസുകയുടെ സെറ്റ്. ബേസിക്കലി അത് ഭയങ്കര രസമുള്ളൊരു സാധനമായിരുന്നു. അത് പുള്ളിയുടെ ഒരു ഓറ, പുള്ളി വരുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ നമുക്കറിയാം പുള്ളി വരുന്നുണ്ടെന്ന്. ദ കിങ് ഈസ് കമ്മിങ്. എനിക്ക് അങ്ങനത്തെ ഒക്കെ മൂടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളെ ഭയങ്കര ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നതുകൊണ്ടാണോ അതോ ഈ ഫിക്ഷനോടുള്ള പ്രേമം കൊണ്ടാണോ അറിയില്ല, പെട്ടെന്ന് ഇതിൻ്റെ ഒരു സിനിമാറ്റിക് പരിപാടികൾ കിട്ടും നമുക്ക്. സെറ്റിൽ നിന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കും, അറിയില്ല. അപ്പം എനിക്ക് അതൊക്കെ കിട്ടും. നമുക്ക് വരുന്നത് ഒരു സിനിമയായിട്ട് തോന്നും എനിക്ക്. അതങ്ങനെയാണ് വരുന്നത്, സെറ്റിലേക്ക് വരുന്നതൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. സിംപ്ലി വാക്കിംഗ്, എ ഗായ് സിംപ്ലി വാക്കിംഗ് ആൻഡ് കറക്റ്റ് പുള്ളി ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. നാഷണൽ അവാർഡ് ഇപ്പോഴതൊരു സറിയൽ മൊമെന്റ് ആണ്. ഓഫ് കോഴ്സ് സറിയൽ മൊമെന്റ് ആണ് ഇപ്പോഴും. കാരണം വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു കിട്ടിയ സമയത്ത് അറിഞ്ഞ സമയത്ത്. പലരും എന്നെ വിളിച്ചിട്ട് ആദ്യം എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനുണ്ട്, വൈഫുണ്ട് ജാസ്മിൻ, ഞങ്ങൾ ചുമ്മാ ഇരിക്കുക. മറ്റേ മഹാവീര റിലീസ് ചെയ്യുന്ന പിറ്റേ ദിവസം. അപ്പോൾ അതിന് സക്സസ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ഹാങ് ഓവറിലിരിക്കുക അവിടെ മറൈൻ ഡ്രൈവിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട്, അസോസിയേറ്റ് അബ്രു വിളിച്ചിട്ട്, മറ്റേ കപ്പലയുടെ അസോസിയേറ്റ് ഉണ്ട് അബ്രു സൈമൺ, ഇവിടെ വിളിച്ചിട്ട് തൃശ്ശൂരുള്ള സന്തോഷമായില്ലേന്ന് വെച്ച്. ഞാൻ സന്തോഷ അപ്പം അറിഞ്ഞില്ലേന്ന് വെച്ച്. ഒന്നും അറിഞ്ഞില്ല. ആണോ, ഒരു മിനിറ്റ് ആയിരുന്നു ഫോൺ ഇട്ടായിരുന്നു. അപ്പോൾ തന്നെ അനിയൻ്റെ കോൾ വരുന്നുണ്ട്. എടാ ഇന്ത്യൻ സിനിമയിൽ വേറെ അനീസ് നാടോടി ഉണ്ടോ ചോദിച്ചു. ഞാൻ അനീസ് ഉണ്ടായിരിക്കും, നാടോടി ഉണ്ടാകാൻ സാധ്യതയില്ല. ഓ എനിക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഫോൺ വെച്ചു. കൺട്രോളർ വിളിച്ചു, ശ്യാമേട്ടൻ എപ്പോഴാ പാർട്ടി എന്ന് ചോദിച്ചു. ആരും കാര്യം പറയുന്നില്ല, ഇത് എന്തോ പറഞ്ഞു. അപ്പോൾ ജാസ്മിക്ക് വൈഫിനൊക്കെ ഫോണിൽ കൺഗ്രാജുലേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാസ്മി എനിക്കെന്തിനാണ് കൺഗ്രാജുലേഷൻ, ഈ സാധനം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അബ്രു വിളിക്കുന്നു, മനുഷ്യൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ആ കറക്റ്റ് സമയത്ത് ജാസ്മിൻ്റെ വാട്സപ്പിലേക്ക് അവളുടെ ഏതൊരു ഫ്രണ്ട് ടിവിന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. കലാസമിതി മനീഷ് നാരായണൻ. ഞാനിങ്ങനെ ഞാനോ സീരിയസ്ലി നമ്മൾ അറിയുന്ന പോലില്ല സിനിമകൾക്ക് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതൊന്നും. ആൾക്കാർ അത് ഓരോ പടത്തിനും പ്രൊഡ്യൂസർമാരുടെ ഒക്കെ തീരുമാനമാണ് അവാർഡിന് അയക്കണോ അയക്കേണ്ടെന്നൊക്കെ. നമ്മൾ അറിയുന്നില്ല ഈ കളി, നമ്മളെല്ലാം അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളറിയില്ല നമ്മളുടെ എൻട്രി അവിടെ പോയ കാര്യം.
അതിൽ സ്റ്റക്കായി. ഇത് എന്ത് സംഭവം? അതിന് ഞാനും കൂടെ എണീക്കുന്നു, പരസ്പരം നോക്കുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് അലറി. ഞാൻ നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ മറൈൻ ഡ്രൈവിൽ അവിടെ നിന്നിട്ട് ക്യൂൻസ് ബേ അല്ലേ അവിടെ ആയിരുന്നു. ഞാൻ ബഹളം വെച്ച്. അപ്പോൾ അവിടെ ഒരു വണ്ടിയിലുള്ള ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്, ഒരു മൂവിങ് കോഫി ഷോപ്പ്. പുള്ളിക്ക് വന്ന് എന്താ പ്രശ്നം? അത് ജാസ്മിൻ ഭയങ്കര സന്തോഷം, എല്ലാവരും ഭയങ്കര സന്തോഷം. ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഫോൺ ഇതാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് റൂമിലേക്ക് എത്തുന്നു, ഹോട്ടലിലേക്ക് എത്തിയിട്ട് പിന്നെ ചാർജർ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുക, താങ്ക് യു പറയാ, മെസ്സേജ് അയക്കുക. മണിക്കൂറുകൾ അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആൾക്കാർ ശരിക്കും ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലേ? ഓഫ് കോഴ്സ്, അത്ഭുതം അതേസമയം എന്തിനു. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ, കപ്പേള എന്നുള്ളൊരു സിനിമ ശരിക്കും അതിലൊരു വിഷ്വൽ, ശരിക്കും അതൊരു ഓർഡിനറി വിഷ്വൽ ആയിരുന്നു. പക്ഷെ അതിന് ഇമോഷൻ ക്യാരി ചെയ്തത് ഭയങ്കരമായിട്ടും ഇൻറ്റൻസിറ്റിയിലുള്ള ഇമോഷൻ ആയിരുന്നു. അതിൻ്റെ അകത്തെ ഒരു വില്ലേജ് ആണെങ്കിലും അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തത് നാച്ചുറലി ആണ്. അത് വളരെ മിനിമൽ ബജറ്റിൽ സിനിമ നമ്മൾ ചെയ്തൊക്കെ എങ്ങനെയാണെന്നറിയോ? ഒരു മുസ്ലിം വീട് എടുത്തിട്ട് ആണ് അന്നബനന്റെ വീടാക്കുന്നത്. അപ്പം ഒരു മുസ്ലിം വീട് എടുത്തിട്ട് നമ്മൾ ക്രിസ്ത്യൻ വീടാക്കുന്നു. ഇപ്പുറത്തുള്ള ഹിന്ദു വീട് എടുത്തിട്ട്, ഇപ്പുറത്തുള്ള ക്രിസ്ത്യൻ വീട് എടുത്തിട്ട് ഹിന്ദു വീടാക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് വയ്ക്കുന്നു, ഇത് ഇങ്ങോട്ട് വയ്ക്കുന്നു. ഇതാണ് പരിപാടി. പല വീട്ടിൽ പോയിട്ടാണ് നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്നത്. സോ ഞാൻ ചോദിച്ചു, അവാർഡ് മേടിച്ച അന്ന് രാത്രി ഡിന്നർ ഉണ്ടായിരുന്നു. ഈ സെൻട്രൽ മിനിസ്റ്ററിൻ്റെ ഡിന്നർ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാവും, അവാർഡീസ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ജൂറി മെമ്പറെ കണ്ടപ്പോൾ ചോദിച്ചു, വൈ കപ്പേള? അപ്പം ഇറ്റ് വാസ് ലൈക്ക് meticulous detailing. They mentioned it in that certificate, meticulous detailing and one more line. And he was like, no, good adoration doesn't mean putting big budget, big sets. അത് വലിയ സ്കെയിലിൽ സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതോ വലിയ ബജറ്റിൽ സെറ്റ് ഇടുക എന്നുള്ളതൊന്നുമല്ല. ആ സിനിമ ബിലീവബിൾ ആകുക, സിനിമനെ സഹായിക്കുക എന്നുള്ളതാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരഭിപ്രായമായിരുന്നു. ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് തന്നെ ആയിരുന്നു നിങ്ങളോട് മത്സരിക്കാനുണ്ടായിരുന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. മനസ്സിലായോ? ബാക്കിയെല്ലാം നേരത്തെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് പറഞ്ഞു, നിങ്ങൾ കൂടെ മത്സരിക്കാനുണ്ടായിരുന്നു, ലാസ്റ്റ് റൗണ്ട് വരെ മത്സരിക്കാനുണ്ടായിരുന്നതും സൗത്ത് ഇന്ത്യൻ ഫിലിംസ് തന്നെ. അത് കേട്ടപ്പോൾ എനിക്ക് അഭിമാനമൊക്കെ തോന്നി. കാരണം അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തു ഞാൻ. സൗത്ത് സിനിമ ലാസ്റ്റ് റൗണ്ട് വരെ ഉണ്ടായെന്ന് പറയുമ്പോൾ അത് വലിയ കോംപ്ലിമെന്റ് അല്ലേ. അതുകൊണ്ട് തന്നെ നാഷണൽ അവാർഡ് അതാ പറഞ്ഞു, എനിക്ക് നമുക്ക് അറിയാണ്ട് കിട്ടിയ സാധനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്കതൊരു ആ മേടിച്ചതും ആ ഡേ ഒക്കെ ഇപ്പോഴും സർറിയലാണ്. ഞാൻ കയറിയപ്പോൾ സൂര്യൻ ജ്യോതിയൊക്കെ കൈയടിക്കുന്നു, എല്ലാവരും ഇരുന്ന് കൈയടിക്കുന്നു. പ്രസിഡന്റാണ് അത് നിൽക്കുന്ന അവാർഡ് തരാൻ. ഇപ്പോഴും സർറിയല്ല. എനിക്ക് മനസ്സിലായില്ല അത് നടന്നില്ല. ബട്ട് ലാസ്റ്റ് ആയിട്ട് ഇപ്പം യങ് ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അസ്പയറിങ് ആയിട്ടുള്ള. അപ്പോൾ അവരോട് പറയാനായിട്ടുള്ള അവർ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് അൺലേൺ ചെയ്യാന്നുള്ളതാണ്. അൺലേൺ ചെയ്യാന്ന് പറയുമ്പോൾ പണ്ടെങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇനി അത് ശരിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ തെറ്റായിരിക്കും. ഞാൻ ഇപ്പോൾ പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ബി ദ മാസ്റ്റർ ഓർ കിൽ ദ മാസ്റ്റർ, രണ്ട് രീതികളുണ്ട്. ഞാൻ മനസ്സിലാക്കേണ്ടത് ഡോണ്ട് ബി ദ മാസ്റ്റർ. ഇപ്പം ഈ ആസ്പയറിങ് മനുഷ്യന്മാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളതെന്നാണല്ലോ അല്ലേ. ഞാൻ പറയുന്നത് നിങ്ങളെ ഗുരുക്കന്മാരെ കയ്യിൽ നിന്ന് എടുക്കാനുള്ളത് എടുക്കുക. ഐ മീൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാനുള്ളത് എടുക്കുക. ആൻഡ് കിൽ ദ മാസ്റ്റർ. അതിൻ്റെ അർത്ഥം അവിടെ ഇരിക്കാതിരിക്കുക. യു മൂവ്, യു എക്സ്പ്ലോർ യുവർ ഓൺ വേസ് ഓഫ് ആർട്ട് ആൻഡ് ബി എത്തിക്കൽ. പിന്നെ കുറച്ചുകൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ കാണുക. ഇപ്പോൾ എനിക്ക് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് കളക്റ്റീവ്. ഇപ്പം നമ്മുടെ ഈ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞൊക്കെ പോലെ നമുക്കുള്ളത് PDC ആണ്, പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് കളക്റ്റീവ്. പിന്നെ ഓസ്ട്രേലിയൻ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ഗിൽഡ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അമേരിക്കൻ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് കളക്റ്റീവ് ഉണ്ട്. എനിക്ക് പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് കളക്റ്റീവിൽ മെമ്പർഷിപ്പ് കിട്ടി.
അതിൽ ഇന്ത്യയിൽ ആകെ 7 പേരൊക്കെ ഉള്ളു മെമ്പർഷിപ്പ്. സോ അതിൻ്റെ അകത്ത് വരുന്ന അപ്പോൾ അത് എന്ന് പറയുമ്പം ഒരു ലോകത്തുള്ള എല്ലാവരും ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് 7 പേരെന്ന് പറയുമ്പം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. സോ നമുക്ക് അതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് അവർ സ്റ്റഡി മെറ്റീരിയൽസ് തരും. പ്രീമിയം മെമ്പർഷിപ്പാണ് എടുക്കുന്നത് എങ്കിൽ വേറെ രീതിയിലാണ്. ഇപ്പോൾ എല്ലാ കൊല്ലം ഇതിൻ്റെ ഗാദറിങ് നടക്കുന്നുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. ഭയങ്കര ചില ലൊക്കേഷനിലൊക്കെ ആയിരിക്കും ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് വീക്ക് ഉണ്ട്. അന്നായിരിക്കും ഈ ഗാദറിങ് നടക്കുക. ഞാൻ എന്നും ആലോചിക്കും, എല്ലാ കൊല്ലം ആലോചിക്കും പോകണം ഇതിൽ പോകാൻ പറ്റിയിട്ടില്ല, പോകണം. സോ ഞാൻ പറഞ്ഞു വന്നത് എക്സ്പ്ലോർ, അതിൻ്റെ മാക്സിമത്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ വായനകളിലേക്ക് നീങ്ങുക. എല്ലാവരും ഡിജിറ്റലി എക്യുപ്ഡ് ആകുക. പ്രത്യേകിച്ച് AI ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് കൈക്കലാക്കുക. ഇനി ഏറ്റവും ചുരുങ്ങിയത് ലോകത്ത് ഇറങ്ങുന്ന എല്ലാം തന്നെ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ലോകത്ത് എന്തൊക്കെ ഇറങ്ങി എന്നുള്ളത് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ വന്ന അപ്ഡേഷൻസ് എന്താണെന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ ആർക്കിടെക്ട്സ് ചെയ്യുന്ന ടൂൾസ് എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കാൻ പറ്റും. ആ ടൂൾസ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ അതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞു. സോ അത്തരത്തിലുള്ള രാഗി മിനുക്കലുകൾ നിരന്തരമായി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല മത്സരമുള്ള, കടുത്ത മത്സരമുള്ള ഒരു ഏരിയയാണ് എല്ലാ ഏരിയയും. ഇപ്പോൾ ഈ ക്രിയേറ്റീവ് ഫീൽഡ് വരും, പ്രത്യേകിച്ച് AIൻ്റെ വരവോടുകൂടെ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിട്ടുണ്ട്. കോമ്പറ്റീഷൻ AIനോടും ചെയ്യണം, ഫെലോ ബീങ്സിനോടും ചെയ്യണം, അവനവനോട് ചെയ്യണം. സോ നന്നായിട്ട് റിസർച്ച് ഓറിയന്റഡ് മനുഷ്യന്മാരാവുക എന്നുള്ളതാണ്. ലൈഫിനെ കൂടുതൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ളൊരു. ഓഫ് കോഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യും. അതൊരു 4 സിനിമ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്സർവേ ഉള്ളു. പിന്നെ നമ്മളിങ്ങനെ ഇരിക്കും. അത് നമ്മൾ കുറെ കൂടെ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ആ സമയം വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ അലോൺ. ഒറ്റയ്ക്ക് ഇരിക്കും, എവിടെയും കഫേയിലൊക്കെ പോയിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി. പിന്നെ കാണുക എന്നുള്ള, പണ്ട് വായിക്കുക എന്ന് പറഞ്ഞ പോലെ ആ ഡയറക്ടർ അവൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ വായിക്കുക എന്നുള്ളത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ കാണുക. കണ്ടാലും വളരും, കണ്ടില്ലെങ്കിൽ വളരും, കണ്ടാൽ വിളയും, കണ്ടില്ലെങ്കിൽ വളയും എന്ന് പറയേണ്ടി വരും. അതെ, ഞാൻ അത് മനസ്സിലാക്കുന്നത്. ബിക്കോസ് നമ്മൾ ഭയങ്കര ഇൻസ്പയർ ചെയ്യും, നമുക്ക് കുറെ ഇൻപുട്ട് കിട്ടും. നമ്മൾ കുറെ കൂടെ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ കാര്യങ്ങളെ കാണും. ഒരു സിനിമ കാണുമ്പോൾ ആ സെറ്റ് നോക്കും, സെറ്റ് ലൈറ്റ് നോക്കും. അപ്പൊ അത് എല്ലാം പഠനമായിട്ട് തോന്നും. പിന്നെ ഭയങ്കര രസമാണ്. ഇനിയും ഈ ഒരു ആർട്ട് ജേർണി ഇതുപോലെ അടിപൊളിയായിട്ട് പോട്ടെ, സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.